അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നന്ദി മാത്രം. ഈദുക്കും മുബാറക്. അൽഹംദുലില്ലാ, പെരുന്നാൾ കഴിഞ്ഞ്. അപ്പോ ഇതെല്ലാം കൈയ്യേട്ട് നല്ല ലേശം കാത്തതാണ്. ഇടി വീടി മോടി. നിങ്ങ ചിന്തിച്ചങ്ങനത്തെ കോൺഗ്രസ് അല്ല. ആദ്യ തൊട്ടേ പറയുന്ന രാഷ്ട്രീയമായിട്ടേ പറയൂ വി ഡി സതീശ. വാക്കിൻ്റെത് വേറെ കാര്യത്തിലേ പോവുള്ളൂ. വലിയ ഡയലോഗ് ഇട്ടാണ് ഞാൻ രാഷ്ട്രീയമായിട്ടേ സംസാരിക്കുള്ളൂ, രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ട് നേരിടും. പക്ഷേ രാഷ്ട്രീയത്തിന്, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് RSSന്റെയും BJPന്റെയും ഷൂ നക്കിയിട്ടല്ല വി ഡി സതീശ ചെയ്യേണ്ടത്. പറയാൻ കാരണം 10 വർഷം ഇടതുപക്ഷം മുന്നണി എന്ന് പറയുന്ന CPM ആയെങ്കിൽ മാർക്സിസ്റ്റ് അങ്ങ് ഭരിച്ചതാണ്. ഒരു ഊടിയ അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിലേക്ക് കാളുവെച്ചില്ല. മുഖ്യമന്ത്രിയായിട്ട് വി ഡി നേരെ പ്രധാനമന്ത്രിനെ കണ്ടതിന് ശേഷമാണ് ഇ കേരളത്തിലേക്ക് കയറുന്നത്. അന്നൊരു ചുക്കും കിട്ടില്ല. ഞാൻ പറയല്ലേ, രാഷ്ട്രീയമായിട്ടേ പറയുള്ളൂ. അതങ്ങനെയാ. വീണ്ടും പറയാം, ആ കോൺഗ്രസ് അല്ല ഇത് RSSനെയും BJPനെയും ഷൂ നക്കി കൊടുക്കുന്ന അങ്ങനത്തെ കോൺഗ്രസ് ആണ് ഇപ്പൊ ഭരിക്കുന്നത്. അത് പറയുക തന്നെ ചെയ്യും, അതിലൊരു മാറ്റങ്ങളില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടതാണ്, ചെറിയൊരു ചാണത്തിന്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ട് അത് അടിക്കുക തന്നെ ചെയ്യും. അതങ്ങനെയാ. എന്തിനാണ് 102 ഷീറ്റ് വന്നത്, ഈ ടൈപ്പിലാണ് അത് കൊടന്നത്, എല്ലാവർക്കും നല്ല അറിയാം. പക്ഷെ വീണ്ടും പറയാം, ഞാൻ ഉത്തർപ്രദേശും രാജസ്ഥാനും മനസ്സിലുണ്ടെങ്കിൽ, ഗുജറാത്തും മനസ്സിലുണ്ടെങ്കിൽ വി ഡി സതീശ വീണ്ടും പറയാം, മാറ്റിവെച്ചോളാം. കേരളയാണ്. അടുത്ത കളിയെല്ലാം ഇവിടെ നടക്കൂല. അതങ്ങനെയാ. ഇഡിയും വിഡിയും മോഡിയും ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ട് നടക്കട്ടെ. രാഷ്ട്രീയമായിട്ട് എന്തും നേരിടുക തന്നെ ചെയ്യും ഞങ്ങളും കൂടെ. അതിലൊരു മാറ്റങ്ങളില്ല. ആ സംഘപരിവാരത്തിന്റെ അങ്ങനത്തെ അജണ്ടകൾ എന്തെങ്കിലും മനസ്സിൽ എന്നിട്ടെന്തെങ്കിലും കേരളത്തിന് അങ്ങനെ വിഭജിച്ച് സർവനാശാക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അതും മനസ്സിൽ വെച്ചോളാം. അത് നടക്കൂല. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെയാ, ഇതെന്തോ ഒരു കളിയുണ്ട് കേരളത്തിൽ. നല്ല കളിയാണ് കളിക്കുന്നത്, ചെറിയ കളിയല്ല. രാഷ്ട്രീയമായിട്ടേ കളിക്കുന്നതാണ്, കളിപ്പിക്കുന്നതാണ്. ഓരോരോ മനുഷ്യന്റെ പൗരന്മാരെ വോട്ടിനെ വാങ്ങിയിട്ട് അങ്ങനെ കളിക്കുന്നതാണ്. അത്രയും പറയാനുള്ളൂ എനിക്ക്. വേറെന്ത് പറയാനില്ല. പറയാൻ വീണ്ടും തിരിച്ചു വരും. ഇതേപോലത്തെ നന്ദിക്കെട്ട രാഷ്ട്രീയം ചെയ്താൽ എന്ന് പറഞ്ഞാൽ CPM ഭരിച്ചത് 10 വർഷം, ഒരു ഈടിയും കൂടെ കേരളത്തിലേക്ക് ആള് വെച്ചിട്ടില്ല. വെക്കാൻ പിണറായി വിജയൻ പറയുന്ന അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി അതിന് അവകാശം കൊടുത്തിട്ടില്ല. വിത്തിൻ 1 വീക്കും അല്ല